അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മുറി വൃത്തിയാക്കലാണേ. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തൊരു കോലമാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ഈ മുറി ഞാൻ വൃത്തിയാക്കുവേ. എന്നാൽ ഈ 2 കൂടെ കയറി മുറി മുഴുവൻ കുളമാക്കും. പൊന്നൂട്ടനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പണിയാക്കി തരുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഷെൽഫെല്ലാം കൂടെ വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ചേട്ടായിയുടെ ഡ്രസ്സൊക്കെ പയ്യെ പയ്യെ മടക്കി വെച്ചു. ഈ ഭാഗം ഞാൻ വെറുതെ മടക്കുന്നതാണേ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം കണ്ടതിൻ്റെ പിന്നത്തെ കോലമാക്കിയാണ് ഇടുന്നത്. എന്നാലും ഞാൻ തന്നെ പിന്നെയും മടക്കി വെക്കും. പിന്നെ ഞാൻ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലൊക്കെ തുടച്ചിട്ട്, ഞങ്ങൾക്ക് പിന്നെ ഒരുങ്ങാനൊക്കെ ചെറിയൊരു കണ്ണാടിയുണ്ട്, അതും ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് തുടച്ചൊക്കെ ഇട്ടു. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൊന്നൂട്ടൻ്റെ ആണേ. ഇവക്കുണ്ടല്ലോ ഇഷ്ടംപോലെ സ്ലൈഡും മാലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഒറ്റൊരെണ്ണം പോലും ഇല്ല. കാരണം ഇവൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടിടും. പിന്നെ അത് നോക്കുമ്പോൾ കാണത്തുമില്ല. പിന്നെ ഉള്ളതെല്ലാം കൂടെ ഓരോരോ കവറിലാക്കി വെച്ചേ. പൊന്നൂട്ടൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഈ ഒരു ചെറിയ പെട്ടിയിലാക്കിയിട്ടാണ് വെക്കുന്നത്. അവളുടെ നല്ല ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേച്ചിയുടെ അലമാരിലാണ് വെക്കുക. ഞങ്ങൾക്ക് ഇവിടെ അലമാരി ഇല്ലേ, അതുകൊണ്ടാണ് എൻ്റെയും ചേട്ടായുടെയും ഡ്രസ്സൊക്കെ ഞങ്ങൾ ഷെൽഫിലും പൊന്നൂട്ടൻ്റെ വീട്ടിലിരുന്നൊക്കെ ഈ ഒരു പെട്ടിയിലും ആക്കി വെക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ആക്സസറീസൊക്കെ സെറ്റാക്കി വെക്കുക എന്നാണ്. ഈ ഭാഗം കുളവാക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും എനിക്ക് തന്നെയാണ്. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഞാൻ തന്നെ എല്ലാം വലിച്ചു വാരിയിടും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത്. ഇതൊക്കെ ഞാൻ ഭിത്തിയിൽ ആണി അടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പൊന്നൂട്ടൻ ഇതൊക്കെ എടുത്തിട്ട് പോകും. ഇപ്പം തന്നെ അവൾ സെറ്റിയുടെ മണ്ടയിൽ കയറി ഇതൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വീടിൻ്റെ മണ്ടയിൽ കൊണ്ട് വെക്കേണ്ട വരും ഇതൊക്കെ. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ ആ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റി അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരിയൊക്കെ ഇട്ടു. വെറുതെ ഷീറ്റ് വിരിച്ചിരുന്നതാണ്. പൊന്നൂട്ടൻ വന്ന് 2 ചാട്ടം ചാടുമ്പോഴത്തേക്ക് വിരിച്ചതൊക്കെ ഇതിലേ പോയെന്ന് പോലും കാണത്തില്ല. പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ടൊന്നും നിന്നില്ല, രാവിലെ തുടച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിൽ മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. വെറുതെ വൃത്തിയാക്കിയിടുന്നതാണ്. ഇപ്പം ഈ മുറി കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസമുണ്ട്. കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ആശ്വാസം.